CPM ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ നേതൃത്വത്തിലുള്ള സംഘം കരൂരിലെത്തി. ദുരന്തഭൂമി സന്ദർശിച്ച സംഘം ഉച്ചയ്ക്ക് വാർത്താസമ്മേളനം നടത്തും. കേരളത്തിൽ നിന്നുള്ള എംപിമാരായ കെ രാധാകൃഷ്ണനും വി ശിവദാസനും സംഘത്തിലുണ്ട്. അതേസമയം വിജയ്ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജിയും അന്വേഷണം CBIക്ക് വിടണമെന്നാവശ്യപ്പെട്ട് TVK നൽകിയ ഹർജിയും ഇന്ന് മദ്രാസ് ഹൈക്കോടതി പരിഗണിക്കും. വിവരങ്ങളുമായി സച്ചിൻ വള്ളിക്കാട് ചേരുന്നുണ്ട് കരൂരിൽ നിന്ന്. സച്ചിൻ, അപ്പോൾ അല്പം മുമ്പാണ് CPM ജനറൽ സെക്രട്ടറി എം എ ബേബി അടക്കമുള്ളവർ അവിടെ എത്തിച്ചേർന്നത്. നിലവിൽ എന്താണ് അവർ എവിടെയാണ് സന്ദർശനം നടത്തുന്നത്? ഒപ്പം തന്നെ ഈ ഹർജികളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ. CPIM ജനറൽ സെക്രട്ടറി എം എ ബേബി, അതുപോലെ തന്നെ CPIM പോളിറ്റ് ബ്യൂറോ അംഗം യു വാസുകി, എംപിമാരായ വി ശിവദാസൻ, കെ രാധാകൃഷ്ണൻ, സച്ചിദാനന്ദൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ CPM സംഘം സംഭവ സ്ഥലം സന്ദർശിച്ചിട്ടുള്ളത്. അതിനുശേഷം അവിടെ ഈ ദുരന്തത്തിൽ പെട്ട് മരിച്ച 1.5 വയസ്സുകാരന്റെ വീട്ടിലും CPM സംഘം സന്ദർശനം നടത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. ഇപ്പോൾ നിലവിൽ CPIMന്റെ ജനറൽ സെക്രട്ടറിയും മറ്റ് നേതാക്കളും എംപിമാരും ഒക്കെ കരൂർ മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾ മാത്രമാണ് നിലവിൽ ചികിത്സയിൽ തുടരുന്നത്. അവരെ സന്ദർശിക്കാൻ വേണ്ടി ഇപ്പോൾ കരൂർ മെഡിക്കൽ കോളേജിൽ CPM സംഘം എത്തിയിരിക്കുകയാണ്. നിലവിൽ DMKക്കും അതേപോലെ തന്നെ വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴ് വെട്രിക്കഴകത്തിനും ഇന്ന് നിർണായക ദിനം കൂടിയാണ്. കാരണം 2 ഹർജികൾ ഇന്ന് മദ്രാസ് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും വിജയുടെ പാർട്ടിയായ തമിഴ് വെട്രിക്കഴകം CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അതിൽ എന്ത് വിധി വരും എന്നത് തന്നെയാണ് ഏറെ ആകാംക്ഷയോടെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നേതാക്കളെല്ലാം ഉറ്റുനോക്കുന്നത്. മറ്റൊന്ന്, തമിഴ്നാട് സർക്കാർ, അതായത് DMK സർക്കാരും വേണ്ടി ഒരു പൊതു താല്പര്യ ഹർജി നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനമായും പറയുന്നത് തമിഴ് വെട്രിക്കഴകത്തിന്റെ ഇനിയുള്ള പരിപാടികളൊക്കെ റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജിയുമാണ് നൽകിയിട്ടുള്ളത്. അതിലും ഇന്ന് നിർണായക തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. സിജു. ശരി, സച്ചിൻ വള്ളിക്കാടാണ് കരൂരിലെ CPM ജനറൽ സെക്രട്ടറി എം എ ബേബി അടക്കമുള്ളവർ സന്ദർശിച്ച് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചത്.